ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എന്നും ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നൊന്നും മാറ്റി പിടിക്കണ്ടേ? റുട്ടീനിൽ ചെറിയൊരു ചേഞ്ച്. ഞാൻ പൊതുവെ ശനിയാഴ്ചയാണ് കേട്ടോ അങ്ങനെ ചെയ്യാറ്. രാവിലെ മിൽക്കിൻ്റെ കൂടെ ആഡ് ചെയ്ത ബാക്കി ഗ്രോസറി കൂടി വന്നിട്ടുണ്ട്. രാത്രി തന്നെ കിച്ചണെല്ലാം ഒതുക്കി വെച്ചിട്ട് തന്നെയാണ് കിടക്കാറ്. അതുകൊണ്ട് രാവിലെ വീട് ഫുൾ ക്ലീനായി കാണുമ്പോൾ തന്നെ ഒരു എനർജിയാണല്ലോ. ശനിയാഴ്ച ബാക്കി ദിവസങ്ങളിലെ പോലെ 6:30 ആ സമയത്ത് എണീക്കാറില്ല കേട്ടോ. രാത്രി ലേറ്റായി കിടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒന്നും മനസ്സറിഞ്ഞുറങ്ങി എണീക്കാൻ പാകത്തിന് ഒരു 9 മണി, പക്ഷെ 10 മണിയൊന്നും കഴിഞ്ഞ് അങ്ങ് എണീക്കാൻ നിൽക്കാറില്ല കേട്ടോ. പിന്നെ ഒട്ടും ദിവസം ഇല്ലാത്ത പോലെ തോന്നും. പക്ഷെ രാവിലെ കിടന്ന് ഉറങ്ങാൻ ഇഷ്ടമായതുകൊണ്ട് നമ്മളോടൊരു സെൽഫ് ലവ് പല രീതിയിലായിരിക്കില്ലേ പലർക്കും. അപ്പോൾ എനിക്ക് രാവിലെ ഉറങ്ങാൻ ഇഷ്ടമായതുകൊണ്ട് ഞാൻ രാവിലെ ശനിയാഴ്ച ഞായറാഴ്ച ലേറ്റായി തന്നെ എണീക്കാറ്. മാവ് ബാക്കി ഇരിക്കുന്നുണ്ടായതുകൊണ്ട് രാവിലെ മസാല ദോശയായിരുന്നു. അപ്പോൾ രാത്രി തന്നെ ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ടായി. ചട്നിയും ബാക്കി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഉണ്ടാക്കാൻ എളുപ്പമായിരുന്നു. ബാറ്റർ ഇല്ലാത്ത ദിവസമാണെങ്കിൽ ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ഈസി ആയിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കും. ലഞ്ചിനാണ് കുറച്ച് കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്യാറ്. ബാക്കി എല്ലാ ദിവസവും ലഞ്ചൊക്കെ ഒറ്റയ്ക്ക് ഇരുന്നല്ലേ കഴിക്കുന്നത്. വീക്കെൻഡിലാണല്ലോ 2 പേരും ഉണ്ടാവുക. പിന്നെ എനിക്ക് കുക്ക് ചെയ്യാൻ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഓരോ എക്സ്പെരിമെൻ്റ് ഒക്കെ നടത്തുന്നത് വീക്കെൻഡായിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത് വീക്കെൻഡായിരിക്കും. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ. ഇപ്പം നിങ്ങളുടെ ഇഷ്ടം എന്താണോ അതിന് വേണ്ടി ഒരു ദിവസം മാറ്റി വയ്ക്കുക. ഇപ്പോൾ സാറ്റർഡേ ആണെങ്കിലും സൺഡേയിലേക്കാണെങ്കിലും മെനു ഞാൻ നേരത്തെ തന്നെ ഒരു ഐഡിയ ഉണ്ടാവും. അപ്പോൾ പിന്നെ അതിൻ്റെ സാധനങ്ങളെല്ലാം നമുക്ക് മേടിച്ച് വെക്കാമല്ലോ. അല്ല ഇനിയിപ്പോൾ ഇല്ലാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരത്തെ ഓർഡർ ചെയ്യുക, അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന സമയത്ത് കിടന്ന് ഓടേണ്ടി വരുമല്ലോ. രാവിലെ 10:30 ആകുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് അപ്പം തന്നെ നമ്മൾ ലഞ്ചിൻ്റെ പരിപാടിയും കൂടി നോക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് ഒരു 1.5 അവറിൽ ലഞ്ചും പ്രിപ്പയർ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ആ ദിവസം ഫ്രീ ആണല്ലോ, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാമല്ലോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിയുമ്പോൾ കഴിക്കുന്നതിൻ്റെ കൂടെ കിട്ടുന്ന കുറേ പാത്രങ്ങളുണ്ടാവും. അത് ഞാൻ അവിടെ ഇട്ടിട്ട് ലഞ്ച് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെയാണ് കേട്ടോ കഴുകി വയ്ക്കാറ്. അപ്പോൾ അതും 2 പരിപാടി ഒന്നിച്ച് നടക്കുമല്ലോ. ഇന്നപ്പോൾ ബിരിയാണി ആയിരുന്നു ഉണ്ടാക്കുന്നത്. റൈസ് ആദ്യം വെള്ളത്തിലിട്ടു. ഇവിടെ അടുത്ത വീട്ടിൽ ഭജന തുടങ്ങിയതാണ്, രാവിലെ തന്നെ തുടങ്ങിയതാണ്. അതാണ് ഞാനിങ്ങനെ തലയാട്ടുന്നത്. ഭജന പറഞ്ഞാൽ നമ്മുടെ പോലത്തെ ഇങ്ങനെ കാമായിട്ടുള്ളൊരു ഭജനയില്ല, ഭയങ്കര കൊട്ടലും ഇതൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ടൊരു DJ ടൈപ്പാണ്. നമുക്കിങ്ങനെ എപ്പോഴും സാധാരണ ഉച്ചയാവുമ്പോഴേക്കും തീരാറുണ്ട്. ആ ഒരു എക്സ്പെക്റ്റേഷനിലാണ് ഞാൻ വരുന്നത്. പക്ഷെ അത് നെക്സ്റ്റ് ഡേ 24 hours ഭജനയായിരുന്നു. ആകെ ഒരു രാവിലെ തുടങ്ങി ഭയങ്കര സൗണ്ടായി കഴിഞ്ഞപ്പോൾ ആദ്യത്തെ കുറച്ച് നേരം കുഴപ്പമുണ്ടായില്ല കേട്ടോ. പിന്നെ അങ്ങ് ഇതായി, മനസ്സിലാവാത്ത ഈ ലാംഗ്വേജിൽ വലിയ സൗണ്ട് കേട്ട് ദേഷ്യം കൂടി ആവാൻ തുടങ്ങി. ഞാൻ കേൾപ്പിക്കാട്ടോ. ആദ്യം സാധാരണ രീതിയിലുള്ള നമുക്ക് മനസ്സിലാവുന്ന പോലെ ഗണപതി സ്തുതിയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് എന്തൊക്കെയോ നടന്നു. എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല എനിക്ക്. കേട്ടില്ലേ ബാക്ക്ഗ്രൗണ്ടിലൊരു മ്യൂസിക്? അതിൻ്റെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ബിരിയാണിക്കുള്ള പരിപാടികൾ എളുപ്പം. ആദ്യമൊക്കെ വലിയൊരു പണിയായിരുന്നു. ഇപ്പം നമ്മളിങ്ങനെ കൂടെ ചെയ്ത് ഓക്കെ ആയി. ആദ്യം ഒനിയൻ ഫ്രൈ ചെയ്യാൻ വയ്ക്കുന്ന അതിന് ഇത്തിരി സമയം എടുക്കുമല്ലോ. അതിൻ്റെ കൂടെ തന്നെ ബാക്കി ഓരോന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം കിച്ചണിൽ നിന്നാൽ മതി. എങ്ങനെ കുറച്ച് നേരം കിച്ചണിൽ നിൽക്കാൻ പറ്റും, അതിലുള്ള റിസർച്ചിലാണ് പല ഷോർട്ട് മെത്തേഡുകൾ കണ്ടുപിടിക്കുന്നത്. എന്നും പറഞ്ഞാൽ നമുക്ക് എന്നും പിശുക്കി ഫുഡ് കഴിക്കാൻ പറ്റില്ലല്ലോ. പിശുക്കിന്ന് ഉദ്ദേശിച്ചത് ഈ തട്ടിക്കൂട്ടേ. പക്ഷെ നമ്മൾ കഴിക്കുമ്പോൾ നന്നായി കഴിക്കാനാണ് എനിക്കിഷ്ടം. അപ്പോൾ അതുകൊണ്ട് ബാക്കി സ്ഥലങ്ങളിൽ എവിടെ ടൈം വേസ്റ്റ് കുറയ്ക്കാം, അങ്ങനെയാണ് പലതും ഒന്നിച്ച് ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ. നിങ്ങളും പ്രാക്ടീസ് ചെയ്താൽ അത് പറ്റും കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ അപ്പോൾ അവിടെ ഇരുന്ന് വേകുമ്പോഴേക്കും റൈസ് വേവിക്കാം. ചിക്കനും ഞാൻ തലേന്ന് തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായി. എനിക്കിതുപോലെ ചിക്കൻ അതൊക്കെ നന്നായി ക്ലീൻ ചെയ്തൊരു എന്നാലേ മനസ്സിന് പിടിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം ക്ലീൻ ചെയ്യാൻ ടൈം എടുക്കും. അതപ്പോൾ തലേന്ന് വൈകിട്ട് ടൈം ഉള്ളപ്പോൾ ഞാൻ വാങ്ങി കഴുകി ഓരോന്നിന് വേണ്ടത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ഇതുപോലെ വൈകിട്ടത്തേക്ക് എനിക്ക് കുറച്ച് ചിക്കൻ വേറെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ വൈകിട്ടത്തേക്ക് ഉരുളക്കിഴങ്ങിൻ്റെ ആവശ്യമുണ്ടായി. അപ്പോൾ മസാല ദോശയ്ക്ക് വേവിച്ച ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ അത് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. മീൽസ് പ്ലാൻ ചെയ്യണമെന്നൊക്കെ ഞാൻ ആദ്യം ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും ഒന്നിച്ച് ചെയ്ത് വയ്ക്കാൻ പറ്റും. റൈസ് വെന്ത് അതിൻ്റെ എയർ പോകുന്ന സമയം കൊണ്ട് തന്നെ ബാക്കി കിച്ചണിലെ ക്ലീനിങ് വർക്കും നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ചിക്കനും അപ്പോഴത്തേക്കും വെന്തിരിക്കുന്നുണ്ടാവും. പിന്നെ റൈസ് ഇട്ട് ദം ചെയ്താൽ മതി. ദം ഇട്ട് ഒരു 1/2 മണിക്കൂർ വേണമല്ലോ. ആ സമയം കൊണ്ട് തന്നെ ഞാൻ അന്ന് ഫ്രഷായി എൻ്റെ സെൽഫ് കെയർ കാര്യങ്ങളൊക്കെ ഞാൻ ഡെയിലി റുട്ടീനിലുള്ളത് ചെയ്തിട്ട് ചെയ്യാറ്. അങ്ങനെയാണെങ്കിൽ പോലും ഒത്തിരി നേരത്തെ നമുക്ക് ലഞ്ചൊക്കെ കഴിക്കുന്നതിന് മുമ്പ് തന്നെ പണി കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ ബിരിയാണിയൊക്കെ ഇരിക്കുന്നതോറും നല്ലതാണല്ലോ. അപ്പോൾ ബാക്കി എന്തെങ്കിലും കുട്ടി കാര്യങ്ങൾ ഇതുപോലെ പെട്ടെന്ന് തീർന്നിരിക്കുന്ന കാര്യങ്ങൾ ആ സമയത്ത് ഇടാൻ നോക്കുമ്പോൾ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് നേരത്തെ തീർന്ന കാര്യങ്ങൾ ഓർമ്മയിലുണ്ടായതുകൊണ്ട് അത് അങ്ങനെ ഇട്ട് വെച്ചു എന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് ലഞ്ച് കഴിച്ചാൽ പിന്നെ
ഫുൾ ടൈം ആഫ്റ്റർനൂൺ ഫ്രീ ആണല്ലോ. വേറെ ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് പൊതുവേ ഫ്രീ ആയിട്ടുള്ള ടൈമാണ്. ശനിയാഴ്ച ഇതുപോലെ സ്പെഷ്യൽ ഉണ്ടാക്കുമ്പോൾ ഞാൻ സൺഡേ ലഞ്ചിനും കൂടി കണക്കാക്കി ഉണ്ടാക്കാറ്. അപ്പോൾ സൺഡേ നമുക്ക് മോർണിംഗ് ടു ലഞ്ച് വരെ ഓൾമോസ്റ്റ് ഫ്രീ ആയിരിക്കും. സൺഡേയും ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിലും നമ്മൾ സിമ്പിളായിട്ട് തന്നെയാണ് കഴിക്കാറ്. അപ്പോൾ എന്തെങ്കിലും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമായിരിക്കും. പിന്നെ ഡിന്നറിൻ്റെ സമയമാകുമ്പോഴേക്കും കിച്ചണിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ ബിരിയാണി അല്ലെങ്കിൽ മന്തിയോ അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ചധികം ഉണ്ടാക്കി വയ്ക്കും സൺഡേക്ക് ലഞ്ചിനും കൂടി വേണ്ടി. അപ്പോൾ പിന്നെ സൺഡേ പിന്നെ ഈവനിങ് ഡിന്നറിൻ്റെ സമയമാകുമ്പോൾ കിച്ചണിൽ കയറിയാൽ മതിയല്ലോ. അപ്പം മണ്ടേക്കുള്ള പ്രിപ്പറേഷൻ ആ സമയത്ത് ചെയ്യാമല്ലോ. അവിടെ പന്തലിട്ടാണ് കണ്ടോ, ആ വീട്ടിലാണ് ഭജന നടക്കുന്നത്. സൗണ്ട് കേട്ടിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തേ ആടിപ്പോകുന്നത്. ഉച്ച കഴിഞ്ഞ് എന്തെങ്കിലും സിനിമയൊക്കെ കണ്ടിരിക്കുക ചെയ്യാറുള്ളൂ. ഇത് കണ്ടോ, ഇവിടുത്തെ തൊഴിലുറപ്പ് പരിപാടിയാണെന്നാണ് തോന്നുന്നത്. റോഡ് സൈഡ് ക്ലീൻ ചെയ്യുന്നതാണ്. വേസ്റ്റ് എടുക്കാൻ ബാക്കിലൊരു വണ്ടിയും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒട്ടിരിക്കാൻ പറ്റുക അത്രയ്ക്ക് സൗണ്ടാണ്, ഭയങ്കര DJ സെറ്റപ്പാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെറുതെ ഒന്ന് പുറത്തിറങ്ങിയതാണ്. 5 മണി ആയിട്ടുള്ള സമയം കണ്ടില്ലേ, ചന്ദ്രനൊക്കെ വന്ന് അങ്ങ് പൊട്ടും പകലില്ല, പെട്ടെന്ന് രാത്രിയാവും. 5:15 ആകുമ്പോഴേക്കും നല്ല ഇരുട്ടാവാൻ തുടങ്ങും. വെറുതെ ഇങ്ങനെ പുറത്തൊന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. തണുപ്പായി തുടങ്ങി. പതിയെ സ്വെറ്ററിലേക്കൊക്കെ മാറി വരുന്നൊരു ട്രാൻസിഷൻ ടൈം. പിന്നെ നിങ്ങൾ ഈ ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടോ? ഈ ഐസ്ക്രീം കഴിച്ചിട്ടില്ലെങ്കിൽ ബർഗർ കിങ്ങിൽ പോകും ഈ ഐസ്ക്രീം കഴിച്ചേക്കണം കേട്ടോ. ഇത് ഈ കോൺ ഐസ്ക്രീമിൽ ഏറ്റവും ടേസ്റ്റായിട്ടും ഇത്രയും വില കുറവിലും കിട്ടുന്ന വേറെ ഐസ്ക്രീം ഞങ്ങൾ കഴിച്ചിട്ടില്ല. അതുകൊണ്ട് ആ വഴിക്ക് പോകുമ്പോൾ ഈ ഐസ്ക്രീം കഴിക്കാനായിട്ട് അവിടെ കയറാറുണ്ട്. പിന്നെ അവിടെ ഉള്ളവരെ ശല്യം ചെയ്യണ്ടല്ലോ, അവിടെ ഉള്ളവർ മീൽസ് കഴിക്കാനിരിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് പുറത്തേക്കിടെ നടന്ന് കഴിക്കുകയും ചെയ്യാം. അങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോൾ അതാ നമ്മുടെ ഇവിടെ പുതിയ സ്റ്റുഡിയോ വന്നേണു. സ്റ്റുഡിയോ എന്ന് ഹിന്ദിയിൽ എഴുതിയാണ് കണ്ടോ, ഞാൻ തന്നെ ഞെട്ടിപ്പോയി. പുതിയ ഷോപ്പ് ഓപ്പൺ ആയതുകൊണ്ടാന്ന് തോന്നുന്നു. അത്യാവശ്യം കളക്ഷൻ ഉണ്ടായിരുന്നു, അതിലും കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു. വെറുതെ നോക്കിയിട്ട് ഇറങ്ങിപ്പോന്നു. പിന്നെ ഒരു ട്യൂബ് എടുക്കാനുണ്ടായി. അപ്പോൾ അതിൻ്റെ പവറൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു. വിൻ്ററായപ്പോൾ പൊതുവേ വീട്ടിലേക്കുള്ള വെട്ടം നന്നായി കുറഞ്ഞായിരുന്നു. അപ്പോൾ അതിൻ്റെ വാറൻറ്റിയൊക്കെ എഴുതി മേടിച്ച് വന്നിങ്ങനെ സംസാരിച്ച് വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ എപ്പോഴൊക്കെയോ വീഡിയോ എടുക്കുന്ന കാര്യം മറന്നേ പോയി. വീട്ടിലെത്തി ചായ കുടിക്കാൻ തുടങ്ങുന്ന സമയത്ത് അയ്യോ വീഡിയോ എടുത്ത് ഇത്രയും വരെ വച്ചിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചത്. വീട്ടിലെത്തിക്കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് നമ്മൾ ചായ കുടിക്കുകയായിരുന്നു. അപ്പോൾ ചായക്ക് മലയാളി സ്റ്റോറിൽ നിന്ന് കൊണ്ടുവന്ന ബണ്ണ് ഇരിക്കുന്നുണ്ടായിരുന്നു. ക്രീം ബണ്ണ് പോലത്തെ എന്തോ ഒരു ഐറ്റം, എന്താണാവോ സെറ്റപ്പ് അറിയില്ല. കുഴപ്പമുണ്ടായില്ല. ഇതിനെന്താ ശരിക്കും നിങ്ങളുടെ നാട്ടിൽ പറയാം, ഇതിൻ്റെ ഉള്ളിലെ ഫില്ലിങ് എന്തോ അവലിൽ കളർ ചേർത്ത പോലെ ഉണ്ടായിരുന്നു. പക്ഷെ കഴിച്ചാൽ വിശപ്പ് മാറും കേട്ടോ, അങ്ങനത്തെ ഒരു സാധനമായിരുന്നു. കുഴപ്പമുണ്ടായില്ല, ചായയിൽ മുക്കി കഴിക്കാൻ നല്ലതായിരുന്നു. അത് കഴിഞ്ഞ് നടക്കാനായി ഇറങ്ങി. ആരുടെയോ കല്യാണം ഉണ്ട് ഇവിടെ. വിൻ്ററിൽ പൊതുവേ മാരേജ് സീസൺ. അപ്പം കല്യാണത്തിന് വേണ്ടി വന്ന കുതിരയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോഴേക്കും ഭാഗ്യത്തിന് കല്യാണത്തിൻ്റെ കൊട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ലഞ്ചും നന്നായി കഴിച്ചതുകൊണ്ട് ചായക്ക് ബണ്ണും ഉണ്ടായതുകൊണ്ട് ഡിന്നർ പിന്നെ എന്തേലും ലൈറ്റായിട്ട് മതി. അപ്പോൾ അതിനുവേണ്ടി ഞാൻ സാലഡായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. വെജിറ്റബിൾസും ചിക്കൻ ഫ്രൈ ചെയ്തതും ഒക്കെ ഇട്ടിട്ടുള്ളത്. അതിനുവേണ്ടിയായിരുന്നു ഉരുളക്കിഴങ്ങും വേവിച്ച് വെച്ചത്. പിന്നെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്താൽ മതിയല്ലോ. ചിക്കനും ഇതുപോലെ തന്നെ ജസ്റ്റ് കുരുമുളകും ഫ്രഷ് റോസ്മേരിയും ഒക്കെ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്താൽ. ഞാനിപ്പോൾ റോസ്മേരി കൂടുതൽ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ, എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടോ എന്ന് അറിയാലോ. അപ്പം നിങ്ങളുടെ സ്പെഷ്യൽ ഡേയ്സ് എങ്ങനെയാണ് നിങ്ങൾ സ്പെൻഡ് ചെയ്യാറ്? കമൻറ്റ് ചെയ്യണേ. ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. ഇനി ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് കമൻറ്റ് ചെയ്ത് പറയണേ. അപ്പോഴല്ലേ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴല്ലേ നമുക്ക് നമ്മളെ കാണുന്നവരുടെ ഒപ്പീനിയൻ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കുറച്ച് പേരൊക്കെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വന്ന് മെസ്സേജ് അയക്കാറുണ്ട് കേട്ടോ. ഇനി അങ്ങനെയാണെങ്കിലും വന്ന് മെസ്സേജ് അയക്കണേ. അധിക പേര് ഇതുപോലെ ദിവസം പ്ലാൻ ചെയ്ത് ചെയ്യുന്നവരായിരിക്കുമല്ലേ. അങ്ങനെയുള്ളവർ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അത് ബാക്കിയുള്ളവർക്കൊരു മോട്ടിവേഷനും കൂടി ആയിരിക്കും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിരിക്കുന്നവർ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.